തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ 1883 ഏപ്രിൽ 15 ഞായർ സുരേന്ദ്രനാഥ മിത്രയുടെ വീട്ടിൽ സന്ദർശിച്ചതും അവിടുത്തെ ഭഗവാന്റെ ആ സത്സംഗമായിരുന്നു കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത്. അതോടുകൂടി 9ാം ഭാഗം തീരുകയാണ്. 1ാം വോള്യത്തിൻ്റെ 9ാം ഭാഗം തീർന്നു. അടുത്തത് 10ാം ഭാഗം, 1ാം വോള്യം വചനാമൃതം 1ാം വോള്യം 10ാം ഭാഗം. അതായത് സുരേന്ദ്രനാഥ മിത്രയുടെ വീട്ടിൽ ഏപ്രിൽ 15 ഞായറായിരുന്നു സത്സംഗമെങ്കിൽ അത് 7 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 22 ഞായർ, അടുത്ത ഞായറാഴ്ച വേണി മാധവ ഗോപാലൻ്റെ സിന്ധിയിലെ ഉദ്യാനഗൃഹത്തിലാണ് ഭഗവാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത ബ്രഹ്മസമാജത്തിൻ്റെ അർദ്ധവാർഷിക യോഗം, അതായത് 1883 വർഷത്തെ ആദ്യത്തെ ബ്രഹ്മസമാജക്കാരുടെ ആദ്യത്തെ യോഗമാണ്. അർദ്ധവാർഷികം ആദ്യത്തെ പങ്ക് ഈ ദിവസമാണ്. നമ്മൾ ഇതിനു മുമ്പ് 6ാമത്തെ ഭാഗം വചനാമൃതം 1ാം വോള്യം 6ാം ഭാഗം തുടങ്ങുന്നതും ഈ വേണി മാധവ ഗോപാലൻ്റെ സിന്ധിയിലെ വീട്ടിൽ വെച്ച് തന്നെയാണ്. അത് 82 അവസാനത്തെ 6 മാസത്തെ അവസാനത്തെ അർദ്ധവാർഷിക യോഗമാണ്. 2ാമത്തെ അർദ്ധവാർഷിക യോഗം 82. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത 83 ആയപ്പോൾ വീണ്ടും അർദ്ധവാർഷിക യോഗം വന്നിരിക്കുന്നത് ഏപ്രിൽ 22-ാം തീയതിയാണ്. അതും വേണി മാധവ ഗോപാലൻ്റെ വീട്ടിലാണ്. ഈ ബ്രഹ്മസമാജത്തിൻ്റെ ഈ അർദ്ധവാർഷിക യോഗം അതിൻ്റെ ഈ രണ്ട് ഘട്ടത്തിനും ഈ 6 മാസത്തെ വ്യത്യാസത്തിൽ വന്ന രണ്ടിനും 2 തരം വ്യത്യാസങ്ങൾ അവിടെ കാണാം. അന്നത്തെ അർദ്ധവാർഷിക യോഗമായിരുന്നു ഭഗവാൻ ആദ്യമായി പങ്കെടുത്തത്. അതായത് ഇതിനു മുമ്പ് നമ്മൾ കണ്ട ആ ബ്രഹ്മസമാജത്തിൻ്റെ അർദ്ധവാർഷിക യോഗം, അത് 6ാം ഭാഗത്തിൽ കണ്ട അർദ്ധവാർഷിക യോഗത്തിലാണ് ആദ്യമായിട്ട് ഭഗവാൻ ബ്രഹ്മസമാജത്തിൻ്റെ അങ്ങനെ ഒരു അർദ്ധവാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നത്. അത് ഈ ബ്രഹ്മസമാജ അംഗങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അന്ന് ഭഗവാനെ സ്വീകരിച്ചതും ഭഗവാന്റെ ആ വാക്കുകൾ കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് അവരൊക്കെ വളരെ തടിച്ചുകൂടിയിരുന്നതായിട്ടൊക്കെ 6ാം ഭാഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചതാണ്, അന്ന് കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യമായി പങ്കെടുത്തു എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ അർദ്ധവാർഷിക യോഗത്തിൽ ആദ്യമായിട്ട് അത് പങ്കെടുത്തു എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചതിനൊരു കാരണമുണ്ട്. ഭഗവാൻ ഈ കഴിഞ്ഞ തവണ അവരുടെ ആദ്യത്തെ അർദ്ധവാർഷിക, അതായത് കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ അർദ്ധവാർഷിക യോഗത്തിൽ ഭഗവാൻ ആദ്യമായി പങ്കെടുത്ത ആ അർദ്ധവാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ കാരണം അതിൻ്റെ തലേ ദിവസമാണ് കേശവചന്ദ്രസേനൻ്റെ കൂടെ നൗകാ യാത്ര നടത്തിയത്.
അപ്പം അന്നത്തെ നൗകായാത്ര നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ ബ്രഹ്മസമാജക്കാർ ഭഗവാനെ ക്ഷണിച്ചത്. അവരുടെ അർദ്ധവാർഷിക യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് അപ്പോഴാണ്. കാരണം കേശവചന്ദ്രസേനൻ ഇതിനകം തന്നെ ബ്രഹ്മസമാജക്കാരുടെ ഇടയിൽ നിന്ന് വിഘടിച്ചു മാറിയിട്ട് ഭാരതവർഷ ബ്രഹ്മസമാജം എന്നും പറഞ്ഞ് പുതിയ ഒരെണ്ണം ഉണ്ടാക്കി. അപ്പോൾ ആദി ബ്രഹ്മസമാജം, അതായത് തുടക്കത്തിലുണ്ടായിരുന്ന ദേവേന്ദ്രനാഥ ടാഗോറും ഒത്ത് കേശവചന്ദ്രസേനൻ പ്രവർത്തിച്ചപ്പോഴുണ്ടായിരുന്ന ആദ്യത്തെ ബ്രഹ്മസമാജം അതോടുകൂടി ആദി ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പഴയ ബ്രഹ്മസമാജം എന്നുള്ളത്. പുതിയ ബ്രഹ്മസമാജം ഭാരതവർഷം, അത് കേശവചന്ദ്രസേനൻ്റെ ബ്രഹ്മസമാജമാണ്. ആ ബ്രഹ്മസമാജത്തിലും പ്രശ്നമുണ്ടായി. ആ ബ്രഹ്മസമാജത്തിൽ പ്രശ്നമുണ്ടായി. വിജയകൃഷ്ണ ഗോസ്വാമി എല്ലാം കൂടെ അതിൽ നിന്നും പിരിഞ്ഞുപോയി. കേശവനുമായിട്ട് പിണങ്ങി അവരൊക്കെ പിരിഞ്ഞുപോയി. അങ്ങനെ പിരിഞ്ഞുപോയ സന്ദർഭത്തിൽ അവരെല്ലാം കൂടെ ചെന്ന് സാധാരണ ബ്രഹ്മസമാജം എന്നൊരു ബ്രഹ്മസമാജം ഉണ്ടാക്കി. ഈ കഥയൊക്കെ നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് ഞാനൊന്ന് ആവർത്തിച്ചു ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ ബ്രഹ്മസമാജത്തിൽ അന്ന് വിജയകൃഷ്ണ ഗോസ്വാമി ഉൾപ്പെടെയുള്ളവരാണ് ആചാര്യന്മാരായിരുന്നത്. അപ്പോൾ അവരും ഭഗവാൻ ആ വിജയകൃഷ്ണ ഗോസ്വാമിയെ കൂടെ ഈ നൗകാവിഹാര യാത്രയിൽ, ആ നൗകായാത്രയിൽ പങ്കെടുപ്പിച്ചു. അപ്പോൾ സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ നേതാക്കളായിരുന്ന വിജയനും അതേപോലെ ഭാരതവർഷ ബ്രഹ്മസമാജത്തിൻ്റെ കേശവചന്ദ്രസേനൻ ഗ്രൂപ്പിൻ്റെ, അവരാണ് കേശവചന്ദ്രസേനൻ ഗ്രൂപ്പാണ് ഈ യാത്ര സംഘടിപ്പിച്ചത്. അപ്പോൾ അവരാണ് കൂടുതൽ ആൾക്കാർ. വിജയൻ മാത്രമേ ഈ കൂട്ടത്തിൽ ഭഗവാൻ വിളിച്ചിട്ട് വന്നിട്ട്, അന്ന് വിളിക്കാൻ വരുന്ന സമയത്ത് വിജയൻ ദക്ഷിണേശ്വരത്ത് ഭഗവാന്റെ മുറിയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് കൂടെ വിളിച്ച് കയറ്റിയത്. മാത്രമല്ല ഇവർ തമ്മിലുള്ള സ്പർദ്ധയൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന് ഭഗവാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് വിജയനെ കൂടെ വിളിച്ച് കയറ്റിയത്. അങ്ങനെ വിജയനും വിജയകൃഷ്ണ ഗോസ്വാമിയും കേശവചന്ദ്രസേനും ഭഗവാന്റെ ഇരുവശം ഇരുന്ന് യാത്ര നടത്തിയ ആ നൗകായാത്രയുടെ തൊട്ടടുത്ത ദിവസമാണ് ഈ വിവരമറിഞ്ഞ് ഈ വേണി മാധവ ഗോപാലൻ്റെ വീട്ടിൽ നടക്കുന്ന ബ്രഹ്മസമാജം, അത് ആദി ബ്രഹ്മസമാജത്തിൻ്റെ ആണ്. വേണി മാധവ ഗോപാലൻ ആദി ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ബന്ധത്തിൽപ്പെട്ട, അല്ല ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് വേണി മാധവ ഗോപാലൻ അന്ന്, അതായത് ഇതിനു മുമ്പ് ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഈ ആദ്യത്തെ അർദ്ധവാർഷിക യോഗത്തിന് ഭഗവാൻ പങ്കെടുത്ത ആദ്യത്തെ അർദ്ധവാർഷിക യോഗം ഇപ്പോൾ ഈ നടക്കുന്നതിന് 6 മാസം മുമ്പ് നടന്നതിൽ ഭഗവാനെ പങ്കെടുപ്പിക്കാനുള്ള പ്രധാന കാരണം ഈ വിശേഷം വെളിയിലറിഞ്ഞിട്ടാണ്. കാര്യം കേശവചന്ദ്രസേനൻ ഭഗവാനെയും കൊണ്ട് പോയെന്നും അതിനകത്ത് വിജയനുണ്ടായിരുന്നുവെന്നും ഇവർ തമ്മിലുള്ള ആ ഐക്യം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ശ്രമങ്ങൾ നടന്നുവെന്നും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എന്തായാലും ഭഗവാനെ ക്ഷണിക്കണം എന്ന് ആദി ബ്രഹ്മസമാജത്തിൻ്റെ ആളുകൾക്ക് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് വേണി മാധവ ഗോപാലിൻ്റെ ആ ബ്രഹ്മസമാജത്തിൻ്റെ അർദ്ധവാർഷിക യോഗത്തിൽ ഭഗവാനെ കൂടെ പങ്കെടുപ്പിച്ചത്. അന്ന് 6 മാസം മുമ്പ് അതേ ആദി ബ്രഹ്മസമാജത്തിൻ്റെ പുതിയ അടുത്ത അർദ്ധവാർഷിക യോഗത്തിലാണ് ഇപ്പോൾ, അതായത് നമ്മളിപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഭഗവാനെ കാണുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. ഇപ്പോൾ നടക്കുന്നത് അവരുടെ തന്നെ രണ്ടാം പ്രാവശ്യമാണ് ഭഗവാൻ അതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അന്ന് ഈ ആദി ബ്രഹ്മസമാജത്തിലെ ഇപ്പോൾ അന്ന് വിജയനൊക്കെ ആദി ബ്രഹ്മസമാജത്തിൽ നിന്ന്, അല്ല നമ്മുടെ ഈ കേശവചന്ദ്രസേനൊക്കെ ആദി ബ്രഹ്മസമാജത്തിൽ നിന്ന് വേറിട്ട് മാറിയതിൻ്റെ പേരിൽ അവിടെ ആചാര്യനായിട്ട് പിന്നീട് വന്നത്, ആദി ബ്രഹ്മസമാജത്തിൻ്റെ ആചാര്യനായിട്ട് പിന്നീട് വന്നത് ബേച്ചാരാമൻ എന്ന് പറയുന്ന പുതിയൊരാളാണ്. ആ ബ്രഹ്മസമാജത്തിൽ, ആദി ബ്രഹ്മസമാജത്തിൽ ഉള്ള ആൾ തന്നെയാണ് ബേച്ചാരാമൻ. അദ്ദേഹമാണ് ഇവിടുത്തെ ആചാര്യനായിട്ട്. ഇന്ന് ഈ അർദ്ധവാർഷിക യോഗത്തിൽ ബേച്ചാരാമനാണ് ഇപ്പോഴത്തെ ഈ അർദ്ധവാർഷിക യോഗത്തിലും ആചാര്യനായിട്ട് പൂജാകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബേച്ചാരാമനാണ്. കഴിഞ്ഞ തവണത്തെ അർദ്ധവാർഷിക യോഗത്തിലെ ആചാര്യൻ ശിവനാഥ ശാസ്ത്രികളായിരുന്നു. അതാണ് ഇവിടെ പലരും മാറി. അതിനിടെ ഈ 6 മാസത്തിനിടയിൽ പല മാറ്റങ്ങളും സംഭവിച്ചു.
കഴിഞ്ഞ തവണത്തെ, അതായത് ഭഗവാൻ ആദ്യം പങ്കെടുത്ത ആ അർദ്ധവാർഷിക യോഗത്തിലെ ആചാര്യൻ ശിവനാഥ ശാസ്ത്രികളായിരുന്നു. ഈ ശിവനാഥ ശാസ്ത്രികൾ പിന്നീട് വിജയൻ്റെ ഒപ്പം സാധാരണ ബ്രഹ്മസമാജത്തിലേക്ക് മാറി. അങ്ങനെയാണ് ആദി ബ്രഹ്മസമാജത്തിൽ ബേച്ചാരാമൻ ആചാര്യനായി മാറിയത്. ഇതിങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഈ ഭഗവാനെ ആലോചിച്ച് നോക്കൂ, ശ്രീരാമകൃഷ്ണദേവൻ ഈ ഗ്രൂപ്പുകളിലെല്ലാം സംസാരിക്കുക. അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നത് എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ ഗ്രൂപ്പുകളിലെല്ലാം ചെന്ന് ഭഗവാൻ ഇടപെടുന്നത് എന്തുകൊണ്ട് എന്ന് തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്ന് ഭഗവാൻ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്ത് സംസാരിക്കുന്നു, എന്താണ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്നൊക്കെ മറ്റുള്ളവരും ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് മറ്റുള്ളവരും മറ്റേ ബ്രഹ്മസമാജക്കാരും അന്വേഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ ഈ ഇത്തവണത്തേൽ വന്ന് പങ്കെടുക്കാൻ ഭഗവാൻ പിന്നീട് ഇവിടെ വന്ന് പങ്കെടുക്കാൻ ഇടയുണ്ടായത്. ഈ ശിവനാഥൻ ഇപ്പോൾ ആചാര്യനായിട്ട് ഇവിടെ സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ കൂടെ ശിവനാഥൻ വന്നുവെങ്കിലും ശിവനാഥനെ സംബന്ധിച്ച് പിന്നീട് ഒരു മാറ്റം ഉണ്ടാവാൻ കാരണം ഈ വിജയകൃഷ്ണ ഗോസ്വാമിയും ഭഗവാനോടൊപ്പം ദക്ഷിണേശ്വരത്ത് സ്ഥിരമായി പോകാൻ തുടങ്ങിയതോടുകൂടി ആദി ബ്രഹ്മസമാജത്തിൻ്റെ കാര്യത്തിലും സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ കാര്യത്തിലും പരിങ്ങലായി. ഇപ്പോൾ ശിവനാഥ ശാസ്ത്രികൾ തീരുമാനിച്ചു, ഞാൻ ഒരിക്കലും ദക്ഷിണേശ്വരത്ത് പോവില്ല. നമ്മളിതിനു മുമ്പും ആ ഭാഗം പറഞ്ഞ ഓർമ്മയുണ്ട് എനിക്ക്. ശിവനാഥ ശാസ്ത്രികൾ സാധാരണ സമാജത്തിൻ്റെ ആചാര്യനായി വിജയകൃഷ്ണ ഗോസ്വാമിയുടെ കൂടെ നിൽക്കുകയാണ്. അതായത് കേശവചന്ദ്ര സേനിൽ നിന്ന് വേർപിരിഞ്ഞ് വന്ന് വിജയകൃഷ്ണ ഗോസ്വാമിയുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വിജയകൃഷ്ണ ഗോസ്വാമിയുടെ കൂടെ വിജയകൃഷ്ണ ഗോസ്വാമി ഭഗവാന്റെ അടുത്ത് ദക്ഷിണേശ്വരത്ത് നിരന്തരം വരാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഈ ശിവനാഥ ശാസ്ത്രികൾ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഒരിക്കലും ദക്ഷിണേശ്വരത്തേക്ക് വരില്ല. അത് ഭഗവാനോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഇഷ്ടം കുറവ് കൊണ്ടോ ഒന്നുമല്ല. താൻ ആചാര്യനായിരിക്കുന്ന സാധാരണ ബ്രഹ്മസമാജത്തിൽ താൻ ദക്ഷിണേശ്വരത്തേക്ക് പോകുന്നത് ആ സാധാരണ ബ്രഹ്മസമാജത്തിലെ അംഗങ്ങളോട് കാണിക്കുന്ന ഒരു വലിയ തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് ഒരു സ്വയം ബോധ്യമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിവനാഥ ശാസ്ത്രികൾ സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ ആചാര്യനായിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ അടുത്ത് വരാത്തത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ ഒരു ഈ ബ്രഹ്മസമാജം അംഗങ്ങൾക്കിടയിൽ തന്നെ വല്ലാത്തൊരു അങ്കലാപ്പിലാണ് ഇവരെല്ലാം പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നൊരു കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആദി ബ്രഹ്മസമാജക്കാർ വീണ്ടും ഭഗവാനെ വളരെ ആദരവോടുകൂടി, അവർ സമ്പന്നരുമാണ്. ഈ ആദി ബ്രഹ്മസമാജക്കാരെ സംബന്ധിച്ച് അവർ കാര്യം ദേവേന്ദ്രനാഥ് ടാഗോർ ഫാമിലിയായിട്ടൊക്കെ വളരെ കണക്റ്റഡാണ് ഇവർ. അപ്പോൾ ടാഗോർ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള സമൂഹത്തിൽപ്പെട്ട ആ ഉന്നതന്മാരാണ് ആദി ബ്രഹ്മസമാജത്തിൻ്റെ ആളുകൾ. അവരുടെ അടുത്തേക്കാണ് ഭഗവാനെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ അവരും ഭഗവാന്റെ വാക്കുകൾ കേൾക്കാനായിട്ടും അല്ലെങ്കിൽ ആ വാക്കുകളിലൂടെ അവരും ഉൾക്കൊള്ളാൻ തയ്യാറാകുകയാണ്. ഭഗവാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ഈ ആദി ബ്രഹ്മസമാജം മുതൽ തയ്യാറായിരിക്കുന്നൊരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഈ വചനാമൃതത്തിൻ്റെ ഈ 10ാം ഭാഗം ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പം ഇതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പറയുമ്പോൾ ഈ കേശവചന്ദ്രസേൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കാം. അപ്പോൾ ഈ കുറച്ച് നാളുകൾ കൂടെ ഇനി കേശവചന്ദ്രസേനൻ കുറച്ച് കാലം കൂടെ ജീവിച്ചിരിക്കുന്നുള്ളൂ. കാര്യം ആദി ബ്രഹ്മസമാജം പിരിഞ്ഞു വന്ന് പിന്നെ സ്വന്തമായിട്ട് ഭാരതവർഷ ബ്രഹ്മസമാജം ഉണ്ടാക്കി, അത് പിരിഞ്ഞ് രണ്ടായി സാധാരണ ബ്രഹ്മസമാജംകാരായിട്ട് വിജയകൃഷ്ണ ഗോസ്വാമി എല്ലാം കൂടെ പോയി കഴിഞ്ഞ ശേഷം ഭാരതവർഷ ബ്രഹ്മസമാജവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ തന്നെയാണ് കേശവചന്ദ്രസേനന് പെട്ടെന്ന് അസുഖം ബാധിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ തകരാറിലാകുന്നത്. അപ്പോൾ ഫലത്തിൽ കേശവചന്ദ്രസേനന് ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. ഭഗവാനാണെങ്കിൽ കേശവചന്ദ്രസേനോട് അങ്ങേയറ്റത്തെ അടുപ്പമുള്ള ആളാണ്.
കേശവചന്ദ്രസേനോടാണ് ഹൃദയപൂർവ്വം ഒരടുപ്പം ഭഗവാനുള്ള ശ്രീരാമകൃഷ്ണദേവനുള്ളത് കേശവചന്ദ്രസേനോടാണ്. അതുകൊണ്ടാണ് ആ ആരോഗ്യം നശിച്ച അവസ്ഥയിൽ പോലും കേശവചന്ദ്രസേനൻ പുതിയൊരു ബ്രഹ്മസമാജം ഉണ്ടാക്കി ഒന്നുകൂടെ ഒന്ന് ഉണർത്തെഴുന്നേൽക്കാമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നവവിധാൻ ബ്രഹ്മസമാജം എന്ന് പറഞ്ഞ് പുതിയ ഒന്ന് ആലോചിക്കുന്നുണ്ട്. ആലോചിക്കുകയല്ല, അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. അപ്പോഴേക്കും ആരോഗ്യം വളരെയധികം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വയനാമൃതത്തിൽ തന്നെ പിന്നീട് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് മാസ്റ്ററും ശ്രീരാമകൃഷ്ണദേവനും ഇത് സംബന്ധിച്ചൊരു സംസാരം നടത്തുന്നുണ്ട്. കാരണം ഇവരുടെ ഇടയിലുള്ള ഈ അങ്കലാപ്പ്, ആദി ബ്രഹ്മസമാജമാകട്ടെ അല്ലെങ്കിൽ മറ്റ് സാധാരണ ആകട്ടെ അല്ലെങ്കിൽ ഭാരതവർഷം, ഇവരെല്ലാം എല്ലാവരുടെ ഇടയിലുള്ള ഒരു വല്ലാത്ത അങ്കലാപ്പിനെ സംബന്ധിച്ച്, കാര്യം ഭഗവാൻ പറയുന്ന ആ ആശയങ്ങളോടും ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ മാർഗങ്ങളും ഇവരെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഇവർക്കതൊരു പുതിയ അറിവ് തന്നെയായിരുന്നു. ആ പുതിയ അറിവെന്ന് മാത്രമല്ല, അവർക്കത് മനസ്സിലായി. ഇതാണ് യഥാർത്ഥത്തിൽ ഭാരതീയമായ സംസ്കൃതിയുടെ ഭാഗമായി തങ്ങൾ അനുഷ്ഠിക്കേണ്ട ഒരു ആധ്യാത്മിക പാത ഭഗവാൻ പറയുന്നതാണ് എന്നുള്ളത് ബ്രഹ്മസമാജംകാരുടെ എല്ലാ ഗ്രൂപ്പുകാർക്കും ഒരുപോലെ ബോധ്യമായി. അതുകൊണ്ടാണല്ലോ അവർ ഓരോരുത്തരും അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് കേൾക്കാനായിട്ട്. മാത്രമല്ല അദ്ദേഹവുമായിട്ട് തർക്കിക്കുകയും സംസാരിക്കുകയും ചെയ്ത് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തുകയും കൂടെ അവരുടെ ഉദ്ദേശമുണ്ട്. അതിനാണ് അവരിങ്ങനെ വിളിച്ചു വരുത്തുന്നത് ഭഗവാനെ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തെക്കുറിച്ച് മാസ്റ്ററും ശ്രീരാമകൃഷ്ണദേവനും തമ്മിൽ ചർച്ച ചെയ്യുന്നൊരു ഭാഗമുണ്ട് വയനാമൃതത്തിൽ. ഇത് അതിന് വരാൻ പോകുന്നൊരു ഭാഗമാണ്. എങ്കിലും ഞാനിത് ഈ സന്ദർഭം ഇതായതുകൊണ്ട് അത് സൂചിപ്പിച്ചെന്ന് അത് പറയാം. അതായത് മാസ്റ്റർ വന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ കാൽക്കൽ വന്നിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, കേശവചന്ദ്രസേനന് രോഗം വളരെ കൂടുതലാണ് എന്ന വാർത്ത കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അതായത് ഈ മാസ്റ്ററോട് പറയുകയാണ് ശ്രീരാമകൃഷ്ണദേവൻ, അവരുടെ അവിടെ വെറും ലെക്ചർ മാത്രമേ ഉള്ളൂ. ഈ ബ്രഹ്മസമാജംകാർക്ക് വെറുതെ ലെക്ചറടി മാത്രമേ ഉള്ളൂ എന്ന് മാസ്റ്ററോട് ചോദിക്കുകയാണ്. അതോ അതിനകത്ത് വല്ല ധാന്യമുണ്ടോ, അതായത് കഴമ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇവരുടെ ഈ ലെക്ചറടി അല്ലാതെ ഈ ബ്രഹ്മസമാജംകാരുടെ ഇടയിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോ എന്ന് മാസ്റ്ററോട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. അതായത് അവരുടെ പൂജയെ സംബന്ധിച്ച് ഭഗവാന്റെ ഒരു സംശയം ഭഗവാൻ മാസ്റ്ററോട് ചോദിച്ചത്, ഇവർ പൂജയ്ക്ക് ആരാധന എന്ന് നമ്മൾ പറയുന്ന പോലെ പൂജ എന്നല്ല പറയുന്നത്. ഈ ബ്രഹ്മസമാജംകാർ ഉപയോഗിക്കുന്ന വാക്ക് സർവീസ് എന്നാണ്. അതായത് ഈ ഉപാസന എന്നുള്ള പദം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഉപാസന അത് ഹൈന്ദവ ധർമ്മത്തിനനുസരിച്ചുള്ള ഒരു ഘടനയല്ല. നമ്മളുടെ ഹൈന്ദവ ധർമ്മത്തിൽപ്പെടുന്നത് പൂജയാണ്. പക്ഷെ അവിടെ നടക്കുന്നത് ഉപാസനയാണ്. ഭഗവാൻ അത് ചോദിച്ചു, അപ്പോൾ അവിടെ നടക്കുന്നത് ഉപാസനയല്ലേ? അത് ഭഗവാൻ ചോദിക്കാൻ കാരണം അവർ ഈ ബിബ്ലിക്കൽ തീമിലാണ്, അല്ലെങ്കിൽ ബൈബിൾ സംബന്ധമായ രീതിയിലാണ് അവരുടെ ആരാധനാക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അന്നത്തെ കാലത്ത് പള്ളിയിൽ അവരുടെ ഇംഗ്ലീഷ് ചർച്ചിൽ നടക്കുന്ന സർവീസ് എന്നാണ് ആ സർവീസിൻ്റെ രീതിയിലാണ്, ആ ചർച്ചിലെ സർവീസിൻ്റെ രീതിയിലാണ് ബ്രഹ്മസമാജംകാരുടെ ആരാധനാക്രമം. അതുകൊണ്ട് അവരതിനെ ഉപാസന എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഉപാസനയല്ലേ അവിടെ നടക്കുന്നത് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഭഗവാൻ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്, അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നത്, ആദ്യകാലത്ത് ക്രിസ്തുമതത്തെക്കുറിച്ചും ക്രൈസ്തവ ആശയങ്ങളെക്കുറിച്ചും വളരെയൊക്കെ ഈ കേശവൻ അതാണ് വിചാരിച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ അക്കാലത്ത് ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ സംഘത്തിലായിരുന്നപ്പോഴാണ് അങ്ങനെ ചിന്തിച്ചത്. ദേവേന്ദ്രനാഥ ടാഗോർ ഫാമിലിയൊക്കെ ആ ഒരു ശ്രേണിയിൽപ്പെട്ട ചിന്താഗതിയിൽ പുലർത്തുന്നവരാണ്. അപ്പോൾ ആരാധനാക്രമം എന്ന് പറയുമ്പോൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്ന് നടത്തുന്ന ഒരു ആരാധനാക്രമത്തിലാണ്. കോട്ടൊക്കെ ധരിച്ചാണ് അവർ വരിക. അത് നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽപ്പെട്ട ആരാധനാക്രമമല്ല. ഇപ്പം ശ്രീരാമകൃഷ്ണദേവനെ ഒരിക്കൽ അവർ വിളിച്ചപ്പോൾ അങ്ങനെ അല്ല, ശ്രീരാമകൃഷ്ണദേവൻ ഈ ബ്രഹ്മസമാജത്തിൻ്റെ പല ഇതിലും പങ്കെടുക്കുന്നെങ്കിലും ഒരിക്കൽ
ടാഗോർ ഫാമിലി നേരിട്ട് ദേവേന്ദ്രനാഥ ടാഗോർ ഫാമിലി നേരിട്ടൊരു സത്സംഗം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ വിളിച്ചു കൂട്ടിയപ്പോൾ ആ കൂട്ടത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ വരാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട് ശ്രീരാമകൃഷ്ണദേവനെ അങ്ങോട്ട് കൊണ്ടുവരരുത്, കാരണം അദ്ദേഹം കോട്ടും സൂട്ടും ഒന്നും ധരിക്കുന്നതല്ല. അദ്ദേഹം വെറും ഒരു ഉത്തരീയം മാത്രം ധരിക്കുകയോ ചിലപ്പോൾ ഒരു ജുബ്ബ ധരിക്കും, അല്ലെങ്കിൽ ആ ധോത്തി ധരിക്കും. അപ്പോൾ അവരുടെ സംഘത്തിൽ അത് അനുവദനീയമല്ല. കോട്ടും സൂട്ടും ധരിക്കണം, പാൻറ്റൊക്കെ ഇട്ടൊക്കെ, അല്ലെങ്കിൽ വലിയ ഓവർ കോട്ട് ധരിക്കണം. അപ്പോൾ അത് ശ്രീരാമകൃഷ്ണദേവൻ ധരിക്കാത്തത് കൊണ്ട് ദയവായി അങ്ങോട്ട് കൊണ്ടുവരരുതെന്നൊക്കെ ഈ ആദി ബ്രഹ്മസമാജത്തിൻ്റെ, അല്ലെങ്കിൽ ആദി ബ്രഹ്മസമാജമൊന്നുമല്ല, അവരുടെ ദേവേന്ദ്രനാഥ ടാഗോർ ഫാമിലിയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ അതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഈ സൂചിപ്പിക്കാൻ കാരണം. അവരുടെ രീതി ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് മാസ്റ്ററോട് ചോദിച്ച് സംശയ നിവൃത്തി നടത്തുകയാണ്. അപ്പോൾ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മാസ്റ്റർ പറഞ്ഞത്, കേശവചന്ദ്രസേനൻ ആദ്യമേ ഇവിടെ വന്നിരുന്നെങ്കിൽ, അതായത് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് ആദ്യമേ വന്നിരുന്നുവെങ്കിൽ, കാരണം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കെയാണ് ശ്രീരാമകൃഷ്ണദേവൻ കേശവചന്ദ്രസേനെ പോയി കണ്ടതും പിന്നീട് ഇവർ തമ്മിൽ അടുപ്പം വന്നതുമൊക്കെ പിന്നീടാണ്. മാസ്റ്റർ മഹാശയൻ പറഞ്ഞത്, ഒരുപക്ഷെ കേശവചന്ദ്രസേനൻ അങ്ങനെയൊന്നും പോകാതെ നേരത്തെ ഇവിടെ വന്നിരുന്നുവെങ്കിൽ, ഇവിടെയാണ് നമുക്ക് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു ഭാഗം കാണുന്നത്. സമുദായ പരിഷ്കരണത്തിലൊന്നും ഇത്രയൊക്കെ ബന്ധപ്പെടുമായിരുന്നില്ല. പിന്നെ ഐത്തോച്ചാടനം, വിധവാ വിവാഹം, മിശ്രവിവാഹം, സ്ത്രീ വിദ്യാഭ്യാസം, ഈ വക സാമുദായിക കാര്യങ്ങളിലൊന്നും ഇത്ര ചെന്നു ചാടുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മാസ്റ്റർ മഹാശയൻ ഭഗവാനുമായിട്ട് നടത്തുന്ന ചർച്ചയുടെ ഒരു പോയിൻ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മൾ സാമൂഹിക പരിഷ്കരണം എന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന, ചരിത്രം നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്, അതാണ് ഇവിടെ അല്പം തിരുത്തപ്പെടുന്നത്. ഭഗവാൻ അത് തിരുത്തുന്നത് ഇവിടെയാണ്. ആ ധാരണയെ ഇവിടെ തിരുത്തുന്നുണ്ട്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ചാലേ നമുക്ക് ഒന്ന് മനസ്സിലാവുള്ളൂ. അതായത് ഇവിടെ പറയുന്നത്, ഈ സാമുദായിക പരിഷ്കരണം അല്ലെങ്കിൽ സമൂഹ പരിഷ്കരണം എന്ന് പറയുന്നത്, ഈ ബ്രഹ്മസമാജംകാരാണല്ലോ ഈ വിധവാ വിവാഹം നിർത്തലാക്കിയതും, സതി, ഭർത്താവ് മരിച്ചാൽ അതേ ചിതയിൽ ചാടി മരിക്കുന്നത് സംബന്ധിക്കുന്ന അത്തരം അനാചാരം നിർത്തലാക്കിയതുമെല്ലാം ഭാരതത്തിൽ നടന്ന പരിഷ്കരണ പ്രവർത്തനങ്ങളാണ്. അതിന് രാജാ റാം മോഹൻ റായ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് അതൊക്കെ സംഭവിക്കാൻ കാരണം എന്ന് ആണ് ചരിത്രം നമ്മൾ പഠിക്കുന്ന ചരിത്രം. അത് ആ ചരിത്ര പഠനത്തെ എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ കാണുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ പറഞ്ഞ ആ വാക്കുകളാണ് ഈ ചരിത്രത്തിൽ സൂചിപ്പിക്കുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്. 1 ഐത്തോച്ചാടനം, 2 വിധവാ വിവാഹം, മിശ്രവിവാഹം, സ്ത്രീ വിദ്യാഭ്യാസം. ഇത് കേരളത്തിലും ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കപ്പെട്ട സാമൂഹിക പരിഷ്കരണത്തിൻ്റെ കുറച്ച് ഘടനകളാണിത്. ഈ പറഞ്ഞ ഐത്തോച്ചാടനം, വിധവാ വിവാഹം, മിശ്രവിവാഹം, അതേപോലെ സ്ത്രീ വിദ്യാഭ്യാസം. ഇവിടെ നമ്മൾ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് നാടകങ്ങൾ വന്നതൊക്കെ ഈ സ്ത്രീ വിദ്യാഭ്യാസം. അപ്പോൾ അതാണ് സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഘടനകളാണിത്. പക്ഷെ ഭഗവാൻ ഇത് നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിയല്ല എന്നല്ല പറഞ്ഞത്. ഭഗവാൻ ഇതിന് മറ്റൊരു കാഴ്ചപ്പാട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്, കേശവൻ ഇപ്പോൾ കാളിയെ അംഗീകരിക്കുന്നു. കാളി ചിന്മയി എന്നും ആദ്യാശക്തിയെന്നും മാത്രമല്ല, അമ്മേ അമ്മേ എന്നും വിളിച്ച് ദേവിയുടെ നാമഗുണകീർത്തനം ചെയ്യുന്നു. ബ്രഹ്മസമാജം ഈ വിധത്തിൽ മേലിൽ ഈ ഈശ്വര നാമം ജപിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ബ്രഹ്മസമാജംകാർ ഈ തരത്തിൽ ഈശ്വരനാമം ജപിക്കാൻ തയ്യാറാകുമോ?
ഭഗവാൻ ചോദിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ അതിനെക്കുറിച്ച് പറയുന്നത് സനാതനധർമ്മം ഋഷികളാണ് അരുളിയിട്ടുള്ളത്, അതുമാത്രമേ നിലനിൽക്കൂ. ഇവിടെയാണ് നമ്മളത് നേരത്തെ പറഞ്ഞ സാമുദായിക പരിഷ്കരണത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഭഗവാൻ സൂചിപ്പിച്ചൊരു കാര്യം. അതൊന്നും ശരിയല്ല എന്നോ അതൊന്നും പരിഷ്കരണമല്ല എന്നോ അല്ലെങ്കിൽ അതൊന്നും ആവശ്യമില്ലാത്തതോ ഒന്നും ഭഗവാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ ഭഗവാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നത്, ഇതൊക്കെ എന്തോ ആയിക്കോട്ടെ, ഈ കാണുന്ന എല്ലാ സാമുദായിക പരിഷ്കരണങ്ങളുമാകട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതായത് സനാതനധർമ്മം, ഋഷികൾ അരുളി ചെയ്തിട്ടുള്ള സനാതനധർമ്മം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ ബ്രഹ്മസമാജവും അതുപോലുള്ള മറ്റു സമ്പ്രദായങ്ങളും കുറച്ച്, അവർ ഈ കൊണ്ടുവന്ന ഇത്തരം സമ്പ്രദായങ്ങളെല്ലാം കുറച്ചൊക്കെ നിലനിൽക്കും. പക്ഷേ അത് പിന്നീട് ഇല്ലാതെ പോവുകയും ചെയ്യും, വന്ന പോലെ തന്നെ പോകും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതിൻ്റെ കാരണം ഇവിടെ ഈ ഭഗവാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു സാമുദായിക പരിഷ്കരണം എന്ന് പറയുന്ന ആ നവോത്ഥാന നീക്കങ്ങൾ, ഈ ഏത് നീക്കമായാലും അതെല്ലാം കുറച്ച് കാലത്തേക്ക് നിലനിൽക്കുകയും പിന്നീട് അസ്തമിക്കുകയും ചെയ്യും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ ഈ സൂചിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ ഭഗവാൻ ഈ ബ്രഹ്മസമാജത്തിൻ്റെയൊക്കെ ശക്തി ആർജിച്ചിരുന്ന ഈ 1800 കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണോ സമൂഹ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ച് അഭിമാനം കൊള്ളുന്നത്, അതെല്ലാം താൽക്കാലികമായേ ഉള്ളൂ. അതെല്ലാം തന്നെ മറ്റു രൂപങ്ങളിൽ, പുതിയ രൂപത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കഠിനമായ, അല്ലെങ്കിൽ അതിനേക്കാൾ വികൃതമായ മറ്റ് രൂപങ്ങളിൽ വീണ്ടും സടകുടഞ്ഞ് ഇതൊക്കെ തിരിച്ചു വരും. അതായത് ഇതിനൊരു അന്തമില്ല, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൽ അരുൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ ഋഷികൾ നമുക്ക് നൽകിയിട്ടുള്ളത് മാത്രമേ ഒരേപോലെ നിലനിൽക്കുകയുള്ളൂ. അതല്ലാതെ വരുന്ന സാമൂഹിക പരിഷ്കരണങ്ങളെയെല്ലാം സംബന്ധിച്ചിടത്തോളം അത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി ഉദ്ഘോഷിക്കപ്പെടും കുറച്ചു കാലത്തേക്ക്. പിന്നീട് സംഭവിക്കുന്ന അതിനേക്കാളും ഭീകരമായ അവസ്ഥയിലായിരിക്കും. അതായത് ഇപ്പോൾ അയിത്തോച്ചാടനമായാലും ശരി, ആ തരത്തിലുള്ള സമുദായത്തിൽ ഉണ്ടാകുന്ന ആ വ്യത്യാസങ്ങൾ, ഒരു കാലത്ത് നിലനിന്നിരുന്ന വ്യത്യാസങ്ങളെയാണ് ഇവിടെ മാറ്റിയിരിക്കുന്നത്. മനുഷ്യർ തമ്മിലുള്ള ഈ അന്തരത്തെയാണ് അയിത്തോച്ചാടനം പോലുള്ള ആ പ്രക്രിയയിലൂടെ മാറ്റിയിരിക്കുന്നത്. അയിത്തത്തെ ഉച്ചാടനം ചെയ്തിരിക്കുന്നു. അയിത്തം എന്ന് പറയുമ്പോൾ ഉയർന്ന തലത്തിലുള്ള മനുഷ്യരിൽ തന്നെ ഉയർന്ന തലത്തിലുള്ളവരെന്നും താഴ്ന്ന തലത്തിലുള്ളവരെന്നും രണ്ടായി വിഭജിച്ച് താഴ്ന്ന തലത്തിലുള്ളവരെ മാറ്റി നിർത്തുന്നു. അത് ആ മാറ്റി നിർത്തൽ ഒഴിവാക്കി എല്ലാവരും കൂടെ ഒന്നിച്ച് പെരുമാറുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അയിത്തോച്ചാടനം. പക്ഷേ ഇതേ അയിത്തോച്ചാടനം അന്നത്തെ രൂപത്തിലല്ലെങ്കിലും പുതിയ രൂപത്തിൽ ഇപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ ഉയർന്ന തലമൊന്നും താഴ്ന്ന തലമോ എന്ന് പറയുന്നത് മറ്റൊരു രൂപത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു സമൂഹത്തിൽ. ഈ സമൂഹത്തിൽ അതിന് വ്യത്യാസം വരുന്നില്ല. അത് നമുക്ക് ചുറ്റും ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു. അതൊരു പക്ഷേ ജാതിയിൽ കുറഞ്ഞതും ജാതിയിൽ കൂടിയതും എന്നുള്ള അർത്ഥത്തിലായിരിക്കില്ല. മറ്റു പല രൂപത്തിലുമാണ് ഇത് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അതിൻ്റെ ഘടനയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. മനുഷ്യർ തമ്മിലുള്ള ഈ അന്തരത്തിന് ഇപ്പോഴും വ്യത്യാസം വന്നിട്ടില്ല. മനുഷ്യർ തമ്മിലുള്ള ഈ അന്തരം പിന്നെയും പിന്നെയും വർദ്ധിച്ചു വരുന്നു, അല്ലെങ്കിൽ അത് പുതിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്നത്തെ ഈ സംഭാഷണത്തിലൂടെ ഭഗവാനും മാസ്റ്ററും തമ്മിൽ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിലൂടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു, നിൽക്കുന്നത് ഒന്നേ ഉള്ളൂ, ഏത് കാലത്തും ഒരുപോലെ നിൽക്കുന്നത് നമ്മുടെ സനാതനധർമ്മം എന്ന് പറഞ്ഞ ഒന്ന് മാത്രമാണ്. സനാതനധർമ്മത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സനാതനധർമ്മം എന്താണോ എന്നുള്ളത്, അതിനനുസരിച്ചുള്ളത് മാത്രമേ എല്ലാ കാലവും ഒരുപോലെ നിലനിൽക്കുകയുള്ളൂ. ബാക്കി വരുന്ന സാമൂഹിക പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നതെല്ലാം
ഒരു രൂപത്തിൽ നിന്ന് മാറി വേറെ രൂപത്തിലേക്ക് വീണ്ടും അത് ഉദയം ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് മാറ്റം ഉണ്ടാകില്ല. അതിന് പറയുന്ന ഒരു ഉദാഹരണം പറയുന്നത് നമ്മൾ ഈ പാടത്ത് ചക്രം ചവിട്ടുന്നതിനെക്കുറിച്ചാണ്. അതായത് ചക്രത്തിൻ്റെ ഒരു പല്ല് നമ്മൾ ചവിട്ടി താത്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും അടുത്തത് വേറെ രൂപത്തിൽ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അടുത്തത് പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നു. അപ്പോൾ ഈ ചക്രം ചവിട്ടൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതായത് സാമൂഹിക പരിഷ്കരണം 1850-കൾക്ക് ശേഷം, അല്ലെങ്കിൽ ആ സന്ദർഭം 1823 ശേഷം നടന്നിട്ടുള്ള ഈ തരം സാമൂഹിക പരിഷ്കരണങ്ങൾ വീണ്ടും 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 പല രൂപത്തിൽ പല ഘടനയിൽ മനുഷ്യൻ സ്വയം വിഭജിച്ചുകൊണ്ട് പല രൂപത്തിൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 2025 നമ്മളിത് ഇത് 1883 ഭഗവാൻ ചർച്ച ചെയ്ത ഈ വിഷയം, അതിൻ്റെ ദൂരവ്യാപകമായി എന്താണ് സംഭവിച്ചതെന്ന് 2025 വായിക്കുന്ന നമുക്കത് ബോധ്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ഭഗവാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഭഗവാൻ അന്ന് പറഞ്ഞിരിക്കുന്നു, സനാതനധർമ്മം ഒഴികെയുള്ള മറ്റൊന്നും നിലനിൽക്കുകയില്ല എന്ന്. അതാണ് നമ്മുടെ മാസ്റ്ററുമായിട്ട് ഈ ചർച്ച ചെയ്തതിൻ്റെ, അതായത് ബ്രഹ്മസമാജത്തിൻ്റെ സാമൂഹിക പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള ഒരു വിശകലനം ഭഗവാൻ സ്വയം നടത്തി, മാസ്റ്ററുമായിട്ട് നടത്തിയ ഒരു ഭാഗം എന്നുള്ളത് മാത്രം. അപ്പോൾ ഭഗവാന്റെ ആ ദീർഘവീക്ഷണമാണ് ഇവിടെ കാണുന്നത്. അന്ന് പോലും ഭഗവാൻ ഇതിനെയല്ല ശ്രദ്ധ കൂടുതൽ കൊടുത്തത്. അത് ശരിയല്ല എന്നോ, അല്ലെങ്കിൽ അത് മോശമാണെന്നോ, അല്ലെങ്കിൽ അങ്ങനെ പാടില്ല എന്നോ, അല്ലെങ്കിൽ ആ നിലനിന്നിരിക്കുന്ന ആ സാമുദായിക രീതികളെല്ലാം തുടർന്ന് പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും അല്ല സമൂഹത്തിൽ വരേണ്ട മാറ്റം. അതല്ല, മറിച്ച് സനാതന ധർമ്മം, അതിൽ നിങ്ങൾ എത്രമാത്രം അടിയുറച്ചു നിൽക്കുന്നോ ഇല്ലയോ എന്നുള്ളിടത്താണ് പ്രധാനമായും മാനവരാശിയുടെ നിലനിൽപ്പിൻ്റെ ആധാരം എന്ന് ഈ 1883 ഇവരിരുന്ന് ചർച്ച ചെയ്യുന്നത്. അത്ര ദീർഘമായൊരു അന്ന് ആ പറഞ്ഞ കാര്യങ്ങളെ ഇന്നിരുന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി നമുക്ക് കൂടുതൽ നമ്മുടെ ഈ തലമുറയ്ക്ക് പെട്ടെന്നത് മനസ്സിലാവും. ഇതിനിയും ഒരു കാലഘട്ടം ഇതേപോലൊരു 100 വർഷം കഴിഞ്ഞാലും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. കാര്യം ഇതല്ല, അന്നും ഇത് പ്രസക്തമാണ്. ഈ വരികൾ അന്ന് വായിക്കുന്ന, ഇനിയൊരു 100 കൊല്ലം കഴിഞ്ഞ് ഇതേപോലെ സത്സംഗത്തിലിരുന്ന് വായിക്കുന്ന ആളുകളും ഇത് തന്നെ വായിക്കും. അന്നും ഈ വാചകം തന്നെ അവർ തുടർന്ന് വായിക്കും. സനാതനധർമ്മത്തിന് എത്രമാത്രം അടിയുറച്ചു നിന്നോ അതിന് മാത്രമേ മാറ്റമില്ലാതെയുള്ളൂ. ബാക്കിയെല്ലാം താൽക്കാലികം മാത്രമാണ്. ബാക്കി പരിഷ്കരണങ്ങളെല്ലാം താൽക്കാലികമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മാസ്റ്ററോട് പറഞ്ഞത്. വളരെ ഗംഭീരമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് അടുത്തത്, നമ്മൾ ഈ വേണിമാധവൻ്റെ വീട്ടിൽ ഭഗവാൻ വന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞ് 1883 മെയ് 2 വീണ്ടും ഒരു ബ്രഹ്മസമാജ ഗ്രൂപ്പിലേക്ക് ഭഗവാൻ പോവുകയാണ്. ഈ ഒരു ഭാഗത്ത് ഈ 9-10 ഭാഗങ്ങളിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, നിരന്തരം ബ്രഹ്മസമാജത്തിൻ്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകളിലേക്ക് ഭഗവാനെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരെത്രമാത്രമാണ് ഈ ആശയങ്ങൾ കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ട് അവരെത്രമാത്രം അങ്കലാപ്പിലായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഭഗവാൻ വളരെ കൃത്യമായി ഈ ഗ്രൂപ്പുകളിലെല്ലാം പോയി സംഭാഷണം ചെയ്ത് ഇവരെയെല്ലാം നോക്കണം. ഭഗവാൻ വിഭാവനം ചെയ്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹം ഇപ്പോഴും വന്നിട്ടില്ല. അവരെല്ലാം വളരെ ചെറുപ്പക്കാരും കുട്ടികളുമാണ്, നരേന്ദ്രൻ ഉൾപ്പെടെ. ആ നരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് പെരുമാറാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, വേദി എത്രമാത്രമാണ് ഭഗവാൻ പ്രയത്നത്തോടു കൂടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സ്റ്റേജിലേക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്ത ഈ സ്റ്റേജിലേക്ക് വേണം നരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് കടന്നു വരാൻ. ഇപ്പം എത്രമാത്രം ശ്രമകരമായ രീതിയിലാണ് ഭഗവാൻ ആ ബാക്ക്ഗ്രൗണ്ട്, ആ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ നേരത്തെ നമ്മൾ വേണിമാധവൻ്റെ വീട്ടിലെ അർദ്ധവാർഷിക യോഗം കഴിഞ്ഞ് 10 ദിവസം കൂടെ കഴിഞ്ഞ് മെയ് 2 വീണ്ടും നന്ദൻ ബഗാനിലെ ബ്രഹ്മസമാജ യോഗത്തിൽ വരുന്നതാണ് പിന്നെ കാണുന്നത്. അതിലൊരു രസകരമായൊരു ഭാഗം ഉള്ളത്,
അത് ഞാൻ പറയാം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ടാഗോർ ഫാമിലി എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത് എന്ന് പറഞ്ഞല്ലോ. കാര്യം അവരുടേതായ ഒരു അരിസ്റ്റോക്രാറ്റ് ഒരു ചുറ്റുപാടിൽ ഒരിക്കലും ഭഗവാനെ അവർ സ്വീകരിക്കുന്നില്ല വേണ്ട രീതിയിൽ. അത് അന്നത്തെ ആ കാലഘട്ടത്തിൽ അവരുടെ ഹൈറാർക്കി അത്രമാത്രമാണ് ടാഗോർ ഫാമിലിയുടെ. ഇപ്പം ഇവിടെ ഈ നന്ദൻ ബഗാനിൽ 1883 മെയ് 2 നന്ദൻ ബഗാനിലെ ബ്രഹ്മസമാജത്തിൽ ഭഗവാൻ വരുന്ന ഭാഗം, അത് നമ്മുടെ ഈ 10ാം ഭാഗം, വചനാമൃതം 1ാം വോള്യം 10ാം ഭാഗത്തിലെ അധ്യായം 3 1883 മെയ് 2 ബുധനാഴ്ച എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് ഈ നന്ദൻ ബഗാനിൽ. ഈ നന്ദൻ ബഗാനിൽ ഭഗവാൻ വരുന്നത് കാശീശ്വരമിത്രൻ്റെ വീട്ടിലേക്കാണ്. ഈ ഭഗവാൻ ഈ വരുന്ന സന്ദർഭത്തിൽ കാശീശ്വരമിത്രൻ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ കാശീശ്വരമിത്രൻ്റെ വീട്ടിൽ എല്ലാ വർഷവും തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ മരണശേഷം, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും തുടർന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഈ സത്സംഗങ്ങൾ, ഉത്സവം, ഈ ബ്രഹ്മോത്സവം നടന്നു വന്നുകൊണ്ടിരുന്നു സ്ഥിരമായിട്ട്. കാശീശ്വരമിത്രൻ എന്ന് പറയുന്നത് ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. അതായത് ആദി ബ്രഹ്മസമാജത്തിൽ ദേവേന്ദ്രനാഥ ടാഗോറിനോടൊപ്പം നിലകൊണ്ട, പിന്നീട് കേശവചന്ദ്രസേനൻ പിരിഞ്ഞു പോയപ്പോഴോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ വിജയകൃഷ്ണ ഗോസ്വാമിയെ പോലുള്ളവർ പിരിഞ്ഞ് വീണ്ടും അതുപോലെ ഒന്നും പോകാതെ ഈ ആദി ബ്രഹ്മസമാജത്തിൽ തന്നെ ഉറച്ചു നിന്ന ആ ഗ്രൂപ്പാണിപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അതിലാണ് ഈ വേണി മാധവനുമൊക്കെ ആ ഗ്രൂപ്പാണ്. അവരൊന്നും മാറാതെ ആദി ബ്രഹ്മസമാജത്തിൽ തന്നെ അവൻ്റെ മാതൃസംഘടനയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ആളായിരുന്നു കാശീശ്വരമിത്രൻ. മാതൃസംഘടനയിൽ ഉറച്ചു നിന്ന ആളാണ്. പക്ഷേ അദ്ദേഹം തുടർച്ചയായി നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലശേഷം അത് മുടക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ മക്കൾ ശ്രമിച്ചിരുന്നു. അങ്ങനെ മക്കൾ നടത്തിയ ഈ ഇവരെ സമൂഹത്തിൽ എത്രമാത്രം ഉയർന്നവരാണ് എന്ന് പറയുന്നത്, കാശീശ്വരമിത്രൻ അത്രയും ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. ആദി ബ്രഹ്മസമാജത്തിൻ്റെ ഒരു അംഗമായിരുന്നു. ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. അപ്പോൾ ഹൈക്കോർട്ടിലെ ജഡ്ജിയായിരുന്നു. അപ്പോൾ ആ സമൂഹത്തിൽ ആ കാശീശ്വരമിത്രൻ്റെ സ്ഥാനം നമുക്കറിയാൻ പറ്റും. ആ കാശീശ്വരമിത്രൻ്റെ അത്രയും ഉന്നതരായ ആ ഒരു ഗ്രൂപ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ മക്കൾ ക്ഷണിച്ചു വരുത്തിയാണ്, ശ്രീരാമകൃഷ്ണദേവനെ ക്ഷണിച്ച് വരുത്തിയാണ് ഉത്സവം നടത്തുന്നത്. അതാണ് അതിനകത്ത് ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ ഉള്ള ഒരു വളരെ ഈ ഒരു ഭാഗത്ത് ചരിത്രപരമായ ഒരു ഭാഗം കൂടിയാണിത്. കാരണം ശ്രീരാമകൃഷ്ണദേവൻ ഈ കാശീശ്വരമിത്രൻ്റെ മക്കൾ, അതായത് ശ്രീനാഥനും യജ്ഞനാഥനും 2 പേരാണ്. ആ 2 മക്കളാണിപ്പോൾ ഇവിടെ ബ്രഹ്മോത്സവം നടത്തുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രപരമായ പ്രാധാന്യം, ഈ ഉത്സവത്തിൻ്റെ ചരിത്രപരമായ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, രവീന്ദ്രനാഥ ടാഗോറിനെ ഭഗവാൻ ആദ്യവും അവസാനവുമായും അവർ തമ്മിൽ പരസ്പരം കാണുന്നത് ഈ ദിവസമാണ്, ഇവിടെ വെച്ചാണ്. അതായത് ഈ കാശീശ്വരമിത്രൻ്റെ വീട്ടിൽ വെച്ചാണ്. പിന്നീട് ഒരിക്കലും ഇവർ തമ്മിൽ നേരിട്ട് കാണേണ്ട സന്ദർഭം ഉണ്ടായിട്ടില്ല, അതിനു മുമ്പും കണ്ടിട്ടില്ല. രവീന്ദ്രനാഥ ടാഗോറിനെ ആദ്യമായിട്ട് ഭഗവാനും രവീന്ദ്രനാഥ ടാഗോറും മുഖത്തോട് മുഖം കാണുന്ന ഏക അവസരം കൂടിയാണിത്. ഇവിടെ അത് രസകരമായൊരു ഭാഗമുണ്ട്. വചനാമൃതത്തിൽ ആ ഭാഗം പറഞ്ഞിട്ടില്ല. വചനാമൃതത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് ശ്രീരാമകൃഷ്ണദേവനെ ക്ഷണിച്ച് മുകളിലത്തെ മുറിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോയി അവിടെ ആ തെക്ക് പടിഞ്ഞാറേ കോണിൽ ഒരു പിയാനോ ഇരിപ്പുണ്ട്, ഒരു പിയാനോ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ നല്ല സംഗീതജ്ഞൻ കൂടെയാണ്. നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം, അദ്ദേഹം വളരെ മനോഹരമായി ഗാനങ്ങൾ എഴുതുകയും സംഗീതം ചെയ്യുകയും നല്ല മനോഹരമായി അതൊക്കെ പാടുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത രവീന്ദ്രനാഥ ടാഗോറിനുണ്ട്. അത് കൂടുതലും വെസ്റ്റേൺ മ്യൂസിക്കിനോടാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ രവീന്ദ്ര സംഗീതം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് രവീന്ദ്ര സംഗീതം എന്നുള്ള പേരിൽ തന്നെയാണ് ഒരു സംഗീത ശാഖ തന്നെ ഉണ്ടായത്, രവീന്ദ്ര സംഗീത്. അപ്പോൾ അദ്ദേഹം ഏറെക്കുറെ അതെല്ലാം തന്നെ വെസ്റ്റേൺ നോട്ട്സ് വെച്ചിട്ടാണ്. അതാണ് പിയാനോ ഒക്കെ വായിക്കുന്ന പോലെ വയലിൻ, ഗിറ്റാർ, പിയാനോ തുടങ്ങിയ വെസ്റ്റേൺ
സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചാണ് രവീന്ദ്രനാഥ് ടാഗോർ വായിക്കുമ്പോൾ ഇതൊക്കെ ചിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഭഗവാൻ നോക്കിയപ്പോൾ പിയാനോ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഭഗവാൻ രവീന്ദ്രനാഥ ടാഗോറിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ആ പിയാനോ ഒന്ന് വായിക്കാമോ. അങ്ങനെ ഭഗവാന് വേണ്ടിയിട്ട് രവീന്ദ്രനാഥ ടാഗോർ ഈ കാശീശ്വരമിത്രൻ്റെ വീട്ടിൽ നടന്ന ബ്രഹ്മോത്സവത്തിലാണ് ഇവരുടെ ആദ്യ കൂടിക്കാഴ്ചയുടെ ഭാഗത്താണ് രവീന്ദ്രനാഥ ടാഗോർ പിയാനോ വായിക്കുന്നുണ്ട്, ഒരു പാട്ട് പാടുന്നുണ്ട് ഭഗവാന്റെ മുമ്പിലിരുന്ന്. അത് ഒറ്റ ഒരേ ഒരു സന്ദർഭമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് ഭഗവാന്റെ ഭഗവത്ലീലയിൽ ഒരിടത്തും രവീന്ദ്രനാഥ ടാഗോർ പ്രത്യക്ഷപ്പെടുന്നതേയില്ല. എനിക്ക് തോന്നുന്നു സ്വാമിജിയേക്കാൾ 2 വയസ്സ് മൂപ്പോ എളുപ്പമോ, ഇവർ തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അത് എളുപ്പമാണോ മൂപ്പാണെന്നാണ് എൻ്റെ ഒരു ധാരണ. 2 വയസ്സിന് മൂത്തതാണ് രവീന്ദ്രനാഥ ടാഗോർ, 2 വയസ്സിന് എളുപ്പമാണ് നരേന്ദ്രൻ. അപ്പോൾ അങ്ങനെ ഏതാണ്ട് സമകാലികരായ ചെറുപ്പക്കാരും കൂടിയാണ് ഇവരെല്ലാം. പക്ഷേ രവീന്ദ്രനാഥ ടാഗോർ ഈ അരിസ്റ്റോക്രാറ്റ് ഫാമിലി ആയതുകൊണ്ടും ഇവരുടെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല, അങ്ങനെയുള്ള വ്യത്യാസം മാത്രം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഇവിടെ വന്നപ്പോൾ ഈ ആദി ബ്രഹ്മസമാജത്തിൻ്റെ ഈ നന്ദൻ ബഗാനിലുള്ള ബ്രഹ്മോത്സവത്തിൽ വന്നപ്പോൾ അവിടുത്തെ ആചാര്യൻ മാറി. നോക്കി, നേരത്തെ പറഞ്ഞ ആചാര്യനല്ല ഇപ്പോഴത്തെ ആചാര്യൻ. ഇപ്പോഴത്തെ ആചാര്യൻ ഭൈരവവന്ദ്യോപാധ്യായൻ എന്നാണ്. ഭൈരവവന്ദ്യോപാധ്യായൻ എന്ന് പറയുന്ന പുതിയൊരു ഇപ്പോഴത്തെ, അതായത് സംഘടനകൾ വിഘടിച്ച് വന്നപ്പോൾ ആചാര്യൻ എന്ന് പറയുന്നത് നേതാവെന്ന അർത്ഥത്തിലല്ല എന്ന് മുമ്പൊരിക്കൽ ഒരിടത്ത് പരാമർശിച്ചിട്ടുണ്ട്. ഈ ആചാര്യൻ എന്ന് പറയുന്നത് ഇവരുടെ ആരാധനാക്രമത്തിന് നേതൃത്വം നൽകുന്ന ആളെന്നേ ഉള്ളൂ, ശമ്പളക്കാരനാണ് ശരിക്കും. ആദി ബ്രഹ്മസമാജമായാലും മറ്റ് ഭാരതവർഷ ബ്രഹ്മസമാജമായാലും എല്ലാം ഈ വിജയകൃഷ്ണ ഗോസ്വാമിയൊക്കെ സാമ്പത്തികമായി വലിയ നിലയിൽ നിന്നുള്ള ആളുകളല്ല. അതാണ് ഭഗവാൻ തന്നെ വിജയകൃഷ്ണ ഗോസ്വാമിക്ക് ഭഗവാനെ കാണാൻ വരാനുള്ള വള്ളക്കൂലിയോ അല്ലെങ്കിൽ വണ്ടിക്കൂലിയോ വിജയകൃഷ്ണ ഗോസ്വാമിക്ക് കൊടുക്കണം എന്ന് ബൽറാം ബസുവിനോടാണ് ചട്ടം കെട്ടിയത്. കാര്യം വിജയകൃഷ്ണ ഗോസ്വാമിക്ക് വരാനുള്ള വഴിച്ചെലവ് അത് ബൽറാം ബസുവിനോട് കൊടുക്കാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ബൽറാം ബസുവിൻ്റെ കൂടെയുള്ള അദ്ദേഹം വരുന്ന വഞ്ചിയിൽ കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഭഗവാൻ വിജയകൃഷ്ണ ഗോസ്വാമിയോട് പറഞ്ഞു. വിജയകൃഷ്ണ ഗോസ്വാമിയും സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ ആചാര്യനാണ്. അപ്പോൾ ആചാര്യൻ എന്ന് പറയുന്നത് അവരുടെ ആ പൂജാക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആചാര്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. പൂജാരി എന്നുള്ള അർത്ഥമേ വരുന്നുള്ളൂ. അപ്പം ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്ന ഈ സന്ദർഭത്തിൽ ഇതൊരു വേനൽക്കാലത്താണ്, ബുധനാഴ്ച, ചൈത്രമാസത്തിലെ കൃഷ്ണദശമ തിഥി. ബ്രഹ്മഭക്തന്മാർ പലരും വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള വിവരണം ആ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൂജാമുറിയിൽ എല്ലാവരും കൂടെ വന്നിരിക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ്റെ സമീപം അവരെല്ലാം വന്ന് പൂജാമുറിയിലിരുന്നു. അത് കഴിഞ്ഞ് ഭഗവാന്റെ ഭഗവത് കഥകൾ കേൾക്കാനായിട്ട് അവർ ചുറ്റും കൂടി. ഇപ്പോൾ മുറിയിൽ പ്രവേശിച്ച ഉടൻ തന്നെ ഭഗവാൻ വേദിക്ക് നേരെ ആ വേദിയോട് പ്രണാമം ചെയ്തു. എന്നിട്ട് ഇരുന്നതിന് ശേഷം രാഖാൽ മാസ്റ്റർ മുതലായവരൊക്കെ കൂടെ ഉണ്ട്. അവർ നരേന്ദ്രൻ. അപ്പോൾ ഈ സന്ദർഭത്തിൽ അവരോട് പറയുകയാണ്, നരേന്ദ്രൻ എന്നോട് ചോദിച്ച ഒരു കാര്യം ഇവിടെ വച്ച് അദ്ദേഹം ഈ ബ്രഹ്മസമാജ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏതൊരു സത്സംഗത്തിൽ വന്നാലും ഭഗവാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പല വിഷയങ്ങളും ഇങ്ങനെ സംസാരിച്ചു, അല്ലാതെ പ്രഭാഷണമൊന്നും ഭഗവാൻ ഒരിക്കലും നടത്തില്ല. ആ കൂട്ടത്തിലിരിക്കുന്നവരോട് ഇങ്ങനെ സാധാരണ നിലയിൽ ഒരു സാധാരണ സംഭാഷണം പോലെയാണ് സംഭാഷണം നടത്തുക. അപ്പം ഇവിടെ ഈ ആദി ബ്രഹ്മസമാജത്തിൻ്റെ ഈ നന്ദൻ ബഗാനിലുള്ള ആ സമ്മേളനത്തിന് വന്ന് ഇരുന്ന ഉടൻ ഭഗവാൻ സംസാരിച്ച വിഷയം നരേന്ദ്രൻ എന്തു പറഞ്ഞു എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത് തന്നെ. അപ്പം നരേന്ദ്രൻ ഒരിക്കൽ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഭഗവാൻ ഇവിടെ ഇവരോട് പറയുകയാണ്. ബ്രഹ്മസമാജ മന്ദിരത്തിന് മുമ്പിൽ നമസ്കരിച്ചിട്ട് എന്താ കാര്യം? നോക്കൂ, ഇത് ബ്രഹ്മസമാജ അംഗങ്ങളുടേതാണ് യോഗം. ബ്രഹ്മസമാജ അംഗങ്ങൾ സംഘടിപ്പിച്ചതാണ് ഈ ഉത്സവം. അവിടെ വന്നിരുന്ന് ഭഗവാൻ സംസാരിക്കാൻ തുടങ്ങുന്നത് തന്നെ നരേന്ദ്രൻ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടാണ്. നരേന്ദ്രൻ ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ് ആ കാലത്ത്. അപ്പോൾ നരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം ഈ ബ്രഹ്മസമാജക്കാരും കൂടെ കേൾക്കെ ഭഗവാൻ പറഞ്ഞതാണ്. ഈ ബ്രഹ്മസമാജക്കാരുടെ ആ മന്ദിരത്തിൽ വന്ന് നമസ്കരിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ ഭഗവാൻ അത് എങ്ങനെയാണ് നരേന്ദ്രന്
അതായത് പുതിയ യുവാക്കൾ ബ്രഹ്മസമാജത്തിൻ്റെ ആരാധനാക്രമങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിൽ സംശയാലുക്കളാണ് എന്ന് ബ്രഹ്മസമാജംകാരെ കൂടെ ബോധ്യപ്പെടുത്തുക. അതുകൊണ്ട് അപ്പോൾ അത് കാരണം നിങ്ങൾ നിങ്ങളുടെ ആചാരക്രമങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. കാര്യം നരേന്ദ്രനെ പോലുള്ളവർ ചോദിച്ചു തുടങ്ങി, നിങ്ങളുടെ ഈ ആരാധനാ മന്ദിരത്തിൽ വന്ന് നമസ്കരിച്ചിട്ട് ഞങ്ങൾക്കെന്താ ഗുണം എന്ന് നരേന്ദ്രനെ പോലുള്ള കുറെ കൂടെ ഉശിരുള്ള ചെറുപ്പക്കാരൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ബ്രഹ്മസമാജ അംഗങ്ങളെ, പ്രത്യേകിച്ച് ആദി ബ്രഹ്മസമാജംകാർ, അവർ അവരുടെ ആ ഒരു പഴയ ഇതിൽ പാരമ്പര്യത്തിൽ ബലം പിടിച്ച് നിൽക്കുന്ന ആൾക്കാരും കൂടിയാണ് ഈ ആദി ബ്രഹ്മസമാജംകാർ. കേശവചന്ദ്രസേനെ പോലെയൊക്കെ പിന്നീട് വന്ന ഒരു പുതിയ ചെറുപ്പക്കാരുടെ മാറ്റങ്ങൾക്കൊപ്പം മാറിയിട്ടില്ലാത്ത ആൾക്കാരാണ് ഇവർ ആദ്യകാലം രാജാറാം മോഹൻ റായ് എന്താണോ തുടങ്ങി വെച്ചത് അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറാതെ അതിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 1823 ആരംഭിച്ച ബ്രഹ്മസമാജത്തിൻ്റെ അതേ നിയമാവലിയാണ് 1883, 33, 43, 53, 63, 63, 73, 60 വർഷം കഴിഞ്ഞിട്ടും അത് വിടാതെ കൊണ്ടു കിടക്കുന്ന ആൾക്കാരാണ് ഈ ആദി ബ്രഹ്മസമാജംകാർ. അവരാണ് ഈ മുമ്പിലിരിക്കുന്നത്. 60 വർഷം, നൂറ്റാണ്ടിലേറെ അതേ ഘടനകൾ നിരന്തരമായി കൊണ്ടു നടക്കുന്ന ആദി ബ്രഹ്മസമാജ അംഗങ്ങളോട് ഭഗവാൻ സൂചിപ്പിച്ചു കൊടുക്കുന്നു, നരേന്ദ്രനെ പോലുള്ളവർ മാറി ചിന്തിച്ചു തുടങ്ങി. എന്നിട്ട് ഭഗവാൻ അപ്പം പറഞ്ഞു, ഞാൻ നരേന്ദ്രനോട് എന്താണപ്പം മറുപടി പറഞ്ഞതെന്നും കൂടെ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ആ പറഞ്ഞ മറുപടി ബ്രഹ്മസമാജംകാരെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ല, അവരെ കൂടെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് ആ മറുപടി പറഞ്ഞത്. ഭഗവാൻ സത്യസന്ധമായി പറഞ്ഞ മറുപടിയാണ്. അത് ബ്രഹ്മസമാജംകാരുടെ സാന്നിധ്യത്തിലല്ല അന്ന് നരേന്ദ്രനോട് പറഞ്ഞത്. പക്ഷെ നരേന്ദ്രനോട് താൻ എന്താണ് പറഞ്ഞതെന്നും കൂടെ ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഏതൊരു മന്ദിരത്തിലോ ഏതൊരു ക്ഷേത്രത്തിലോ എവിടെ പോയി വണങ്ങിയാലും ആ മന്ദിരമോ ക്ഷേത്രമോ അല്ല പ്രധാനം. നിങ്ങൾ ഏതെങ്കിലും തീർത്ഥസ്ഥാനങ്ങളിൽ പോയി ചെയ്താൽ എവിടെയായാലും ശരി, നിങ്ങൾ എവിടെ പോയി എന്ത് ചെയ്തു അല്ല പോയ സ്ഥലത്തിനല്ല പ്രാധാന്യം. പിന്നെയോ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളിൽ ഈശ്വര സ്മരണ ഉണ്ടാകുന്നുവെങ്കിൽ അതാണ് പ്രാധാന്യം. അതൊരു ഭഗവാന്റെ ആ ഒരു കാഴ്ചപ്പ്, ആ ഭഗവാൻ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നു. ഒരിക്കലും നമ്മൾ മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു വലിയ ജ്ഞാനമാണ് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നോക്കൂ, നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയോ പള്ളിയിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരാധനാ ആശ്രമങ്ങളിൽ പോവുകയോ ആരാധനാ സ്ഥലങ്ങളിൽ പോവുകയോ എവിടെ പോവുകയോ വനത്തിൽ പോവുകയോ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെ പോവുക, എവിടെയാണെങ്കിലും പോകും. നിങ്ങൾ എവിടെ പോകുന്നു എന്നുള്ളതല്ല അവിടുത്തെ പ്രധാനം. നിങ്ങൾ ആ പോകുന്ന സമയത്ത് നിങ്ങളിൽ ഈശ്വര സ്മരണ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈശ്വര സ്മരണയ്ക്ക് സഹായിക്കുന്ന ഏതൊരു സ്ഥലവും പവിത്രമാണ്. ഈശ്വര സ്മരണയ്ക്കാണ് പ്രാധാന്യം, പോകുന്ന സ്ഥലത്തിനല്ല. അത് ഗുരുവായൂരായാലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലായാലും മറ്റേത് ക്ഷേത്രത്തിലായാലും മറ്റേത് ആശ്രമങ്ങളിലായാലും എവിടെയായാലും ആ പോകുന്ന സ്ഥലത്തിനല്ല പ്രാധാന്യം. മറിച്ച് ആ ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഉള്ളിൽ ഈശ്വര സ്മരണ എത്രമാത്രം ശക്തമായിട്ടാണ് ഉണ്ടാകുന്നത് എങ്കിൽ അതിനാണ് പ്രാധാന്യം. ഭഗവാൻ ആ ഭാഗത്ത് വീണ്ടും പറയും, നീലമേഘമോ നീലവസനമോ കണ്ടാൽ ഉന്മത്തയെപ്പോലെ കൃഷ്ണൻ എവിടെ എന്ന് ചോദിക്കുന്ന രാധയുടെ അവസ്ഥയെക്കുറിച്ച് ഭഗവാൻ അവിടെ സൂചിക്കുന്നുണ്ട്. രാധയ്ക്ക് കൃഷ്ണനെ ഓർക്കുന്നതിന് നീല നിറത്തിലുള്ള എന്തെങ്കിലും കണ്ടാൽ മതി. നീല നിറം കണ്ടാൽ രാധയ്ക്കുള്ളിൽ കൃഷ്ണനെ ഓർമ്മ വരും, കൃഷ്ണനോടുള്ള സ്നേഹമായി മാറും. നീല നിറം മാത്രം കണ്ടാൽ മതി, അത് ആകാശമായാലും കടലായാലും. നോക്കുക, അപ്പോൾ കൃഷ്ണനെ ഓർക്കാൻ ആകാശം കണ്ടാലും മതി, അല്ലെങ്കിൽ കടൽ കണ്ടാലും മതി. ആ കാഴ്ചയിൽ നിങ്ങൾ കൃഷ്ണനെ ഓർക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് പ്രധാനം. ക്ഷേത്രത്തിൽ പോയിട്ടും ഈശ്വരനെ ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് കാര്യം? പക്ഷേ ഈശ്വര വിചാരമുണ്ടാകുന്നു എങ്കിൽ അതെവിടെയാണ് എന്നുള്ളതിനല്ല പ്രാധാന്യം.
എന്ന് ബ്രഹ്മസമാജ അംഗങ്ങളോട് പറയും. അന്നത്തെ ആ ബ്രഹ്മസമാജ അംഗങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയൊരു ആധ്യാത്മികതയുടെ പാഠമാണ് അന്ന് കൊടുത്തത്. ഗംഭീര പാഠമാണ് കൊടുത്തത്. അത് തുടർന്ന് ആ ഭാഗം തുടർന്ന് പിന്നീട് അതിൻ്റെ ഒരു വലിയ എന്താണ് സംഭവിച്ചത്, ആ മാറ്റങ്ങളെക്കുറിച്ച് അവരുമായിട്ടുള്ള ചർച്ചയെക്കുറിച്ച് വളരെ വിശദാംശമായി അതിനകത്തുണ്ട്. നിർഭാഗ്യവശാൽ പെട്ടെന്ന് ഞാൻ ഓർത്തില്ല, പെട്ടെന്ന് സമയം അങ്ങ് മാറിപ്പോയി. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഒരിടത്തും എത്താതെ എനിക്ക് നിർത്തേണ്ടി വരും. കാര്യം നമുക്ക് ഏതായാലും സമയക്രമം സൂക്ഷിച്ചല്ലേ പറ്റും. എന്തായാലും ഇത് ഈശ്വരസ്മരണ ഉണർത്താനുള്ള എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യം, നമ്മളിവിടെ ഭഗവാൻ ഈ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ ഈ സത്സംഗത്തിൻ്റെ പ്രാധാന്യം, ഈശ്വരസ്മരണ നമ്മളിൽ എത്രമാത്രം ആഴത്തിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് പ്രധാനം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഓൺലൈൻ പോലും ക്ഷേത്രമാണ്. കാര്യം ഇവിടെ ഈശ്വരസ്മരണയല്ലാതെ മറ്റൊന്നും വരുന്നില്ല. അപ്പോൾ ഈശ്വരസ്മരണ വരുന്നു എന്നുള്ളതാണ് സത്സംഗത്തിൻ്റെ പ്രധാനം, അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയുടെ പ്രധാനം. അതാണ് ഭഗവാൻ അന്ന് പറഞ്ഞത്. നിങ്ങൾ എവിടെ പോയിരിക്കുന്നു എന്നുള്ളതിനൊന്നും വിഷയമില്ല, നിങ്ങളുടെ മുമ്പിൽ എന്താണ് കാണുന്നതെന്നും വിഷയം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഈശ്വര സ്മരണയാണോ വരുന്നതെങ്കിൽ അത് അവിടം തന്നെയാണ് ഏറ്റവും ഉത്തമമായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗത്ത് ഭഗവാൻ ആ ഭാഗം പറഞ്ഞങ്ങനെ വരുന്നേ ഉള്ളൂ. നമുക്ക് ഏതായാലും അതിൻ്റെ കുറച്ചുകൂടെ നല്ല ഭാഗത്തേക്ക് അടുത്ത തവണ പോകാൻ അവസരം ഉണ്ടാകട്ടെ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ നമസ്തേ നമസ്തേ. നമസ്തേ 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 നമസ്തേ. അയ്യോ ഞാൻ ഏറ്റവും അതെ അതെ എനിക്ക് ഏറ്റവും സങ്കടമുള്ളൊരു ഭാഗം കൂടെയാണ് ഇത്. ഭഗവാൻ ആഹാരം കൊടുത്തില്ല അവർ. അത് അത്രയും സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അധ്യായം വായിക്കുമ്പോൾ. ഭഗവാൻ ആഹാരം പോലും കൊടുത്തില്ല. വളരെ സങ്കടകരമായൊരു ഭാഗമാണത്. നമസ്തേ നമസ്തേ നമസ്തേ. നമസ്തേ നമസ്തേ.